ഇന്ത്യയിലും ഇവര് വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഈ രൂപത്തിൽ ഒരു ജിഹാദാണ്. ഏതെല്ലാം രൂപത്തിലുള്ള ജിഹാദുകൾ നമ്മൾ കണ്ടു. ഇത് തന്നെയാണ് ഇവിടെയും. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെയാണ് SDPIയെയും കേന്ദ്ര ഏജൻസികൾ പൂട്ടാനിരിക്കുന്നത്. ഈ രൂപത്തിലാണ് SDPI മുദ്രാവാക്യങ്ങളുമായി പൊതുനിരത്തിൽ ഇറങ്ങുന്നതെങ്കിൽ ഇവരെ പിന്നീട് വച്ചു വാഴിക്കാൻ പാടുണ്ടോ? പലർക്കും ഇവരെ കൊലക്കയറിടുക, എന്നാണ് നിങ്ങൾ കൊല്ലപ്പെടേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക നേരത്തെ തന്നെ. മലപ്പുറം ഓഫീസിലെ റെയ്ഡ് EDയുടെ സർജിക്കൽ സ്ട്രൈക്കാണ്. SDPIയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ED നിർദ്ദേശം വയ്ക്കും. ഇതാ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പും ഇതേ രൂപത്തിൽ തന്നെ ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെ, അതേപോലെ ഒരു റെയ്ഡ് ഇപ്പോൾ ഈ സാഹചര്യത്തിലും ഉണ്ട്. ഇവർക്ക് വേണ്ട ആദ്യം റെയ്ഡ്, പിന്നീട് നിരോധനം. ഈ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കുട്ടി മുദ്രാവാക്യം വിളിച്ചതിന് CA റൌഫ് പറഞ്ഞ ന്യായം നിങ്ങൾ കേട്ടിരുന്നോ? ഇവർക്ക് നല്ലതുപോലെ ന്യായീകരിക്കാൻ അറിയാം. നിങ്ങൾ പറയുന്നു ഞങ്ങൾ RSSും കുന്തിരിക്കവും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ RSS മുദ്രാവാക്യം വിളിക്കുമ്പോൾ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറയുന്നത് എന്തിനാ? സംഘചാലകരോടാണോ പറഞ്ഞത്? കച്ചവടമുണ്ടോ? കുന്തിരിക്കോ ചർച്ചയും തമ്മിൽ എന്താ ബന്ധം? മുദ്രാവാക്യം അതായതുകൊണ്ട് അപ്പോൾ ഈ രാജ്യത്തെ മതസമൂഹങ്ങളെ പരസ്പരം ഭീഷണി, നിങ്ങളുടെ പണി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. മുദ്രാവാക്യത്തിന് നിങ്ങൾ കാണുന്ന കുഴപ്പം എന്താ? ഈ മുദ്രാവാക്യത്തിന് കുഴപ്പമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എണ്ണി പറഞ്ഞില്ലേ. താങ്കൾ നേരത്തെ താങ്കളുടെ തന്നെ കേട്ടു നോക്കണം. താങ്കൾ പറഞ്ഞ ഉദ്ഘാടന വാചകങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക്, ഈ മുദ്രാവാക്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിനെതിരാണ്. ബഹുസ്വരത, ഈ മുദ്രാവാക്യം ബഹുസ്വരതയ്ക്കെതിരാണ്. വംശഹത്യ, ഇത് ഇതര മതസ്ഥരുടെ വംശഹത്യക്ക് കോൾ ചെയ്യുന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ റിപ്പബ്ലിക് മുന്നോട്ട് വെക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ തരത്തിലുള്ള ഇന്ത്യ എന്ന ആശയത്തിനും എതിരായ മുദ്രാവാക്യമാണ്. അത് സമ്പൂർണമായി തെറ്റാണ് എന്ന് പറയുകയല്ലാതെ ഒരു സംഘടനയ്ക്ക് അതിന് വേറെ ന്യായങ്ങൾ ചമക്കല്ലേ. ന്യായവും ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിലാണ് താങ്കൾ തർക്കിക്കുന്നത്. ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിൽ എന്നെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? ആരെ ബോധ്യപ്പെടുത്താൻ? ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിലാണ് താങ്കൾ തർക്കിക്കുന്നത്. ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിൽ മുദ്രാവാക്യത്തിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലാവുക? ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം? ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് RSSകാർക്ക് മനസ്സിലാവില്ല. അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകരുന്നത്. ഇതൊരു ബഹുസ്വരം ബഹുമത ജനാധിപത്യ രാജ്യമാണ്. ഈ റിപ്പബ്ലിക്കിന്റെ ആധാരം എന്ന് പറയുന്നത് സെക്യുലറിസമാണ്. സെക്യുലറിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആമുഖത്തിനെ തന്നെ പുച്ഛിക്കുന്ന വിധത്തിൽ, സെക്യുലറിസം എന്ന സങ്കല്പത്തെ തന്നെ, ബഹുസ്വരത എന്ന സങ്കല്പത്തെ തന്നെ പുച്ഛിക്കുന്ന വിധത്തിലാണ് നിങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതിന്റെ നിർലജ്ജമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത്. അതാണ് പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നം. താങ്കൾക്ക് ബോധ്യപ്പെടുന്നില്ല. മനസ്സിലാകുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് വിളിക്കുന്ന മുദ്രാവാക്യം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ എങ്കിൽ ആര് വിളിക്കുന്ന മുദ്രാവാക്യത്തിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളൊക്കെ അപ്പൊ തന്നെ പറയുന്ന ഭാഷയിൽ സംവദിക്കുന്ന ആ പ്രശ്നങ്ങളെല്ലാം കൃത്യമായും ആര് മുദ്രാവാക്യം വിളിച്ചാലും അത് അങ്ങനെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. RSS വിളിച്ചാലും പറയും, CPMകാർ കൊലവിളി മുദ്രാവാക്യം വിളിച്ചാലും പറയും, കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ചാലും പറയും, നിങ്ങൾ വിളിച്ചാലും പറയും. ആര് വിളിച്ചാലും ഈ രാജ്യം എന്ന ആശയത്തിന് തന്നെ എതിരായ നിലയ്ക്ക് ആര് പ്രവർത്തിച്ചാലും അത് പറയും. അതിന് നിങ്ങൾക്ക് പ്രത്യേകമായ സൗകര്യം ഞങ്ങൾ തരണം. ഞങ്ങൾ ഇരകളാണ്, ഞങ്ങൾ RSSനെതിരെയാണ് പോരാടുന്നതെന്നും പറയണ്ട. ഇത് ബഹുസ്വരതയ്ക്കെതിരായ മതനിരപേക്ഷതയ്ക്കെതിരായ ഒരു വലിയ കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അത് താങ്കൾക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. എന്ത് വിഷമാണ് RSSനെതിരെ ഈ ചർച്ചയിൽ? അഭിലാഷ്, ഈ ചർച്ചയിൽ എന്ത് വിഷമാണ് പോപ്പുലർ ഫ്രണ്ട് ഇറക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയൂ. പോപ്പുലർ ഫ്രണ്ട് പറയണോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? പറയണം. ഒരു സംഘടനയുടെ പേര് ദുരുപയോഗം ചെയ്യുമ്പോ അത് വിശദീകരിക്കണ്ടേ? എന്നാ പിന്നെ ഒന്നും കൂടി വിശദീകരിക്കാം. പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴയിലെ റാലിയിൽ ഉയർന്ന മുദ്രാവാക്യം നമ്മളെല്ലാം കേട്ടതാണ്. ആ മുദ്രാവാക്യത്തിൽ പറയുന്നു,
കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. കേരളത്തിലെ, ഇന്ത്യയിലെ 2 മതവിഭാഗങ്ങളിൽപ്പെട്ട 2 മതവിശ്വാസികളുടെ മരണാനന്തര കർമ്മങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അരിയും മലരും ഹിന്ദു മതവിശ്വാസികളുടെ മതപരമായ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്നതാണ് കുന്തിരിക്കം. ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ മതസംസ്കാരം, അവരുടെ ശവസംസ്കാരം ഈ 2 കാര്യമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോ അതല്ലാതെ ആരുടെയെങ്കിലും കബറുടെ മുസ്ലിങ്ങൾ ചന്ദനത്തിരിയാണല്ലോ റൌഫെ കത്തിക്കുന്നത്. എന്തിനാണ് അവരെ പറഞ്ഞ് തെറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇല്ലല്ലോ. അപ്പോ മുസ്ലിങ്ങളുടെ മരണാനന്തര ഇത് വളരെ കൃത്യമായി 2 മതവിഭാഗം. അതിന് പോപ്പുലർ ഫ്രണ്ട് മുസ്ലിങ്ങളെ കൊല്ലുമെന്നായിരുന്നില്ലല്ലോ അവിടെ മുദ്രാവാക്യം വിളിച്ചത്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് അവരുടെ മരണാനന്തര ചര്യകൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ പറഞ്ഞിട്ടല്ലേ വെല്ലുവിളിച്ചത്? മതവിഭാഗങ്ങൾക്കെതിരെയുള്ള എന്തുകൊണ്ടാണ് പ്രചരിപ്പിച്ചാണ് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഇനിയും ചോദിക്കരുത് എന്ത് ഇറക്കാനുള്ളത്. ഇതാണ് നിങ്ങൾ ഇറക്കേണ്ട വിഷയം. ഇതാണ് നിങ്ങൾ ഇറക്കേണ്ട വിഷയം. പറഞ്ഞത് 2 മതവിഭാഗങ്ങളല്ല, മുസ്ലിങ്ങളുടെ മരണാനന്തര ചടങ്ങിൽ കുന്തിരിക്കം പുകക്കാറുണ്ട് അഭിലാഷെ. എന്തുകൊണ്ട് 2 മതവിഭാഗങ്ങൾ ചുരുക്കി കാണിച്ചു? 3 മതം എന്താ പറയാതിരുന്നത്? അല്ലല്ല, അപ്പൊ മുസ്ലിങ്ങളെയും ഇല്ലാതാക്കുമെന്നാണോ ഈ പറഞ്ഞത്? ഈ മുദ്രാവാക്യം എന്താണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന മുദ്രാവാക്യമെന്ന്. ഈ മുദ്രാവാക്യം കൊണ്ട് എന്താണ് ഇവർ ഈ കേരളക്കരയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇനി പ്രത്യേകിച്ച് ഇവരെ എത്ര കണ്ട് ഉരുണ്ട് കളിച്ചിട്ടും എത്ര ഇവര് മതേതര മുഖമൂടി എടുത്ത് അണിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ആളുകൾക്ക് ശരിക്കും മനസ്സിലായി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനിയും ഇവര് വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചു. നമ്മൾ വിചാരിച്ചു ഇവരൊരു ഹർത്താലൊക്കെ ആചരിക്കുമായിരിക്കും, കാരണം ഇവരുടെ ഒരു രീതി ഇതാണല്ലോ. അപ്പൊ കേന്ദ്ര ഏജൻസികൾ ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കെണി വെച്ചു എന്ന നിലയിലാണ് ഇവരുടെ പ്രകടനങ്ങൾ. ഇവര് ഭയങ്കര നല്ല ആളുകളാണ്. ഇവരെ ഒരു കാര്യവും ഇല്ലാതെയാണ് ഇവരെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവരെ പിടിപ്പിക്കാൻ ശ്രമിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഇവര് ഭയങ്കര നല്ലവരായിട്ടുള്ള ആളുകളാണ് എന്നൊക്കെയാണ് ഇവര് പറയണത്. അയ്യോ, സമയം ഒരുപാട് കഴിഞ്ഞല്ലേ, സാരമില്ല. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം, പ്രശ്നമില്ല. അപ്പം നാടുവിടാൻ നോക്കിയ SDPIയുടെ ദേശീയ തലവനെ ED അറസ്റ്റ് ചെയ്തു. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രകോപനമായത്. ഇത്രയുള്ള കാര്യം. കള്ളപ്പണം വെളുപ്പിക്കലിൽ മുഖ്യ തൊഴിലായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് PMLA ഈ കേസിലാണ് ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് ഫൈസിയെ തൂക്കിയത്. അതല്ലാതെ കേന്ദ്ര സർക്കാരിന് ഫൈസിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടല്ല, അങ്ങനെയാണെന്ന് ഇവര് പറയാൻ ശ്രമിക്കുന്നുണ്ട്. കള്ളപ്പണ കേസിലല്ലേ 62 കോടി എന്നൊക്കെ പറയുന്നത് ചെറിയ എമൗണ്ടാ ആണോ? ബാംഗ്ലൂരിലാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്, അവിടെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തത്. അവിലും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളാം പറഞ്ഞിട്ട് 10 ദിവസത്തിനകം ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാരെയും ഒക്കെ NIA തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ PC ജോർജിനെ ജയിലിലാക്കാൻ വേണ്ടി SDPI പ്രകടനം നടത്തി. ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല. SDPIയുടെ ദേശീയ അധ്യക്ഷൻ ഇരുമ്പഴിക്കുള്ളിൽ ഇപ്പോൾ കുന്തിരിക്കം പുകയ്ക്കുക. ഇവരെ പറഞ്ഞതെല്ലാം ഇവർക്ക് തന്നെ വിനയായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. അപ്പൊ ഇവരെ കുറിച്ച് പറയുമ്പോഴേക്കും